ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധി കടയിൽ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു അപരിചിതൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഒട്ടും പരിചയമില്ലാത്ത മുഖം. അയാൾ സുധിക്ക് നേരെ ഒരു കത്ത് നീട്ടി. താഴെ ഒരാൾ തന്നതാണ്, സുധിക്ക് കൊടുക്കാൻ പറഞ്ഞു എന്ന് മാത്രം അയാൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. കൗതുകത്തോടു കൂടത്തിന് സുധി ആ കവർ തുറന്നു. എന്നാൽ അതിനുള്ളിലെ വരികൾ വായിച്ചതും സുധിയുടെ മുഖം വിളറി വെളുത്തു. അതൊരു സാധാരണ കത്തായിരുന്നില്ല, മറിച്ച് മരണ വാറന്റ് പോലെ തോന്നിച്ച ഭീഷണിയായിരുന്നു അത്. തനിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു. നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരിൽ നിന്ന് തന്നെയാണ് ആ നീക്കമുണ്ടാവുക. ജാഗ്രത പാലിക്കുക. ആ വരികൾ സുധിയുടെ സമനില തെറ്റിച്ചു. സ്വന്തം നിഴലിനെ പോലും ഭയക്കേണ്ട അവസ്ഥ. കൂടെയുള്ളവർ തന്നെ ചതിക്കുമെന്ന ചിന്ത അവനെ വല്ലാതെ ഉലച്ചു. ആ സമയത്താണ് മീരയും ശ്രുതിയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ശ്രുതിയെ കണ്ട് അവർ ആകെ അമ്പരന്നു. എന്തുപറ്റി ശ്രുതി എന്ന് ശ്രുതിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും ആവാത്ത വിധം അവൻ ആകെ തളർന്നിരുന്നു. കത്ത് വായിച്ച മീര പരിഹാസത്തോടെ ചിരിച്ചു. നിന്റെ ഭർത്താവിനെ കൊല്ലാൻ ആരാടി വരുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. കത്ത് തന്ന ആളെ അന്വേഷിച്ച് ശ്രുതി പുറത്തേക്ക് ഓടിയെങ്കിലും ആരെയും അവിടെ കണ്ടെത്താനായില്ല. ഇതാരോ പറ്റിക്കാൻ ചെയ്തതാണ് ശ്രുതി. മീര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിലെ ഭയം ശ്രുതിയെ വിട്ടൊഴിഞ്ഞില്ല. ഇതേ സമയം സച്ചിയുടെ വീട്ടിൽ ആഹ്ലാദത്തിന്റെ അന്തരീക്ഷമായിരുന്നു. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി സച്ചി രണ്ടാമതൊരു കാറുകൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ രേവതി എല്ലാവരെയും താഴേക്ക് വിളിച്ചു വരുത്തി. അച്ചമ്മയും രവീന്ദ്രനും ചന്ദ്രമതിയും വർഷയും ശ്രീകാന്തും അങ്ങനെ എല്ലാവരും ആ പുതിയ അതിഥിയെ കാണാൻ വേണ്ടി മുറ്റത്തേക്കെത്തി. കാറ് കണ്ട് അച്ചമ്മയുടെ മനസ്സ് നിറഞ്ഞു. നന്നായിട്ടുണ്ട് മോനെ, ഇനിയും ഇതുപോലെ 3ഉം 4ഉം വണ്ടികൾ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് അച്ചമ്മ സച്ചിയെ ഹൃദയപൂർവ്വം തന്നെ അനുഗ്രഹിച്ചു. ആ വാക്കുകൾ സച്ചിക്ക് വലിയൊരു ഊർജമായിരുന്നു. എന്നാൽ ചന്ദ്രമതിയുടെ മുഖത്ത് മാത്രം തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പുതിയ കാറിൽ ആദ്യത്തെ യാത്ര ക്ഷേത്രത്തിലേക്കാവാമെന്ന് സച്ചി തീരുമാനിച്ചു. എന്നാൽ അച്ചമ്മ തന്ത്രപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞുമാറി. രവീന്ദ്രനെയും ചന്ദ്രമതിയെയും ഒരുമിപ്പിക്കാൻ മനസ്സിൽ ഒരു പദ്ധതി അച്ചമ്മ തയ്യാറാക്കിയിരുന്നു. ഞാൻ വരുന്നില്ല, നിന്റെ അച്ഛനെയും അമ്മയും കൂടി പോയിട്ട് വരട്ടെ, അച്ചമ്മ അങ്ങനെ നിർബന്ധിച്ചു. ഇഷ്ടക്കേടോടുകൂടിയാണെങ്കിലും ചന്ദ്രമതിക്കും രവീന്ദ്രനും സച്ചിക്കൊപ്പം പോവേണ്ടി വന്നു. യാത്ര തിരിക്കാൻ നേരം രവീന്ദ്രൻ മുൻ സീറ്റിൽ കയറാൻ ശ്രമിച്ചു. എന്നാൽ പിന്നിലിരുന്നാൽ കുലുക്കം കൂടുതലാണച്ചാ, മുന്നിൽ രേവതി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം തന്നെ സച്ചി രവീന്ദ്രന്റെ പിൻസീറ്റിലേക്ക് മാറ്റി. ചന്ദ്രമതിയെയും അവിടെ തന്നെ ഇരുത്തി. പിണക്കത്തിന്റെ മഞ്ഞുരുകാത്ത മനസ്സുമായി രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്കെന്ന പോലെ ആ സീറ്റിലിരുന്നു. യാത്ര തുടങ്ങിയതും സച്ചി തന്റെ ഡ്രൈവിംഗ് വിദ്യ പുറത്തെടുത്തു. വണ്ടി ഇടയ്ക്കിടെ വെട്ടിച്ചും ബ്രേക്കെടുത്തും അവൻ രവീന്ദ്രനെയും ചന്ദ്രമതിയെയും അടുത്തു. പെട്ടെന്നുള്ള ബ്രേക്കിൽ നിയന്ത്രണം വിട്ട് ചന്ദ്രമതി രവീന്ദ്രന്റെ ദേഹത്തേക്ക് വീഴുകയും അറിയാതെയാണെങ്കിലും അവന്റെ കൈകൾ മുറുകെ പിടിക്കുകയും ചെയ്തു. മുൻസീറ്റിലിരുന്ന് കണ്ണാടിയിലൂടെ ഈ കാഴ്ചയെല്ലാം കണ്ട് സച്ചിയും രേവതിയും ചിരിച്ചു. മകന്റെ വികൃതിയാണെന്ന് മനസ്സിലായെങ്കിലും രവീന്ദ്രൻ മനസ്സുകൊണ്ട് ആ സാമീപ്യം ആഗ്രഹിച്ചു എന്ന് തോന്നിപ്പിച്ചു. ഇതേ സമയത്ത് തന്നെ വീട്ടിൽ അച്ചമ്മയും വർഷയും ശ്രീകാന്തും മറ്റൊരു ലോകത്തായിരുന്നു. ശ്രീകാന്തിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോകൾ അച്ചമ്മ വർഷയ്ക്ക് കാണിച്ചു കൊടുത്തു. ഉടുപ്പില്ലാതെയും കുസൃതി കാണിച്ചതുമായ ആ പഴയ ചിത്രങ്ങൾ കണ്ട് വർഷയ്ക്ക് ചിരി അടക്കാനായില്ല. അവൾ അതെല്ലാം തൻ്റെ ഫോണിലേക്ക് പകർത്തി. ഇത് കണ്ട് നാണിച്ചു പോയ ശ്രീകാന്ത് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് വർഷയുടെ പിന്നാലെ ഓടി. അവരുടെ ആ സ്നേഹത്തില്ലുകൾ വീടിന് ഉണർവേകി. വൈകാതെ ക്ഷേത്രദർശനം കഴിഞ്ഞ് സച്ചിയും കുടുംബവും തിരിച്ച് വീട്ടിലേക്കെത്തി. കാറിൽ നിന്നിറങ്ങിയ രവീന്ദ്രനെയും ചന്ദ്രമതിയെയും കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. സച്ചിയാണ് ആദ്യം അത് ശ്രദ്ധിച്ചത്. അച്ഛൻ്റെ കഴുത്തിൽ എന്താ ഒരു ചുവപ്പ്? അമ്മയുടെ നെറ്റിൽ പൊട്ടെവിടെ? സച്ചിയുടെ ആദ്യത്തെ ആ ഒരു ചോദ്യം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. ചന്ദ്രമതിയുടെ നെറ്റിയിലെ പൊട്ടുമാഞ്ഞ് അത് രവീന്ദ്രന്റെ കഴുത്തിൽ പതിഞ്ഞിരിക്കുന്നു. യാത്രക്കിടയിലെ സാമീപ്യത്തിന്റെ തെളിവായിരുന്നു അത്. നാണം കൊണ്ട് ചന്ദ്രമതി തല താഴ്ത്തി. രവീന്ദ്രൻ പെട്ടെന്ന് അത് തുടച്ചു കളയാൻ തുനിഞ്ഞുവെങ്കിലും അച്ചമ്മ തടഞ്ഞു. അത് കളയേണ്ട രവി, ആ പൊട്ട് നീ തന്നെ അവളുടെ നെറ്റിയിലങ്ങ് തൊട്ടുകൊടുക്കൂ, അച്ചമ്മ അങ്ങനെ സ്നേഹത്തോടെ കൽപ്പിച്ചു. എതിർക്കാൻ കഴിയാതെ രവീന്ദ്രൻ ആ കുങ്കുമ പൊട്ട് ചന്ദ്രമതിയുടെ നെറ്റിയിൽ തന്നെ ചാർത്തി കൊടുത്തു. പിണക്കങ്ങൾക്കിടയിലും അവരുടെ മനസ്സൊന്നാകുന്ന നിമിഷമായിരുന്നു അത്. പിന്നീട് രാത്രിയുടെ യാമങ്ങളിൽ ഓരോ മുറിയിൽ വ്യത്യസ്തമായ വികാരങ്ങൾ നിറഞ്ഞു നിന്നു. വർഷയും ശ്രീകാന്തും ഭാവിയിലെ കുഞ്ഞിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ തുടർന്നു. പ്രസവ വേദനയോടുള്ള ഭയം കാരണം തനിക്ക് കുഞ്ഞു വേണ്ട എന്നും വേണമെങ്കിൽ വാടക ഗർഭപാത്രം മതിയെന്നും വർഷ വാശി പിടിച്ചു. ശ്രീകാന്ത് ഇതിനെ എതിർത്തു. അവരുടെ സംഭാഷണം ചെറിയൊരു തർക്കത്തിലേക്ക് നീങ്ങി. മറ്റൊരു വശത്ത് പകൽ ലഭിച്ച ഭീഷണിക്കത്തിന്റെ ഓർമ്മകൾ ശ്രുതിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഭയം സഹിക്കാനാവാതെ അവൻ പാതിരാത്രിയിൽ അമ്മയെ വിളിച്ചു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതിന് ചന്ദ്രമതി അവനെ ശകാരിച്ചു. മനുഷ്യനൊന്നും മനസ്സമാധാനമായി ജീവിക്കാൻ വിടില്ലേ എന്ന അമ്മയുടെ ചോദ്യം ശ്രുതിയുടെ നെഞ്ചു തകർത്തു. ആരും തനിക്കില്ലെന്ന തോന്നൽ അവനെ കൂടുതൽ ഒറ്റപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ സച്ചിയുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി എത്തി. സച്ചിയുടെ സുഹൃത്ത് കാർത്തിക്. പുതിയ കാർ ഓടിക്കാനായി അവനെയാണ് സച്ചി ഏൽപ്പിച്ചത്. രേവതി കാറിൻ്റെ താക്കോല് കാർത്തികിന് കൈമാറി.
നന്നായി നോക്കണേ എന്ന് ഉപദേശിച്ചുകൊണ്ട് അവൾ അവനെ യാത്രയാക്കി. ഇതേ സമയം സുധി തൻ്റെ പ്രശ്നത്തിന് പരിഹാരം തേടി സുഹൃത്തായ ആനന്ദിനെ സമീപിച്ചു. സുധിയുടെ പ്രശ്നമെല്ലാം കേട്ടതിന് ശേഷം ആനന്ദ് അവനെ ഒരു ജ്യോതിഷന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സുധിയുടെ നിഷ്കളങ്കതയും ഭയവും മുതലെടുക്കാൻ അയാൾ തയ്യാറായിരിക്കുന്ന ഒരു കപട ജ്യോത്സ്യനായിരുന്നു അത്. കണ്ടകശനിയാണ്, ദോഷപരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞ് അയാൾ സുധിയെ വിശ്വസിപ്പിച്ചു. ഓരോ ദിവസവും ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറത്തെക്കുറിച്ച് അയാൾ വിചിത്രമായ നിർദ്ദേശങ്ങൾ നൽകി. ചതിക്കുഴി തിരിച്ചറിയാതെ അത് തൻ്റെ രക്ഷയ്ക്കുള്ള വഴിയാണെന്ന് കരുതി സുധി എല്ലാം തന്നെ തലകുനിക്ക് സമ്മതിച്ചു. അങ്ങനെ ഭയവും പ്രണയവും ചതിയും കൂടിക്കലർന്ന പുതിയൊരു ആഴ്ചയിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിൽ വരുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിവസവും ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാട്ടോ. ബൈ.